പീരുമേട് നിയോജകമണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സിറിയക് തോമസിന് നറുക്കു വീണതോടെ പ്രചാരണങ്ങൾ ശക്തമാക്കി UDF ക്യാമ്പ്. ഇന്നലെ 35-ാം മൈലിൽ നിന്നും ആരംഭിച്ച സിറിയക് തോമസിന്റെ റോഡ് ഷോ രാത്രി വൈകി അണക്കരയിൽ സമാപിച്ചു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച് പുഷ്പാർച്ചനയും നടത്തിയതിനു ശേഷമാണ് പീരുമേട്ടിലെ UDF സ്ഥാനാർത്ഥിയെ അഡ്വക്കേറ്റ് സിറിയക് തോമസ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് കോൺഗ്രസിന്റെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റിൽ സിറിയക് തോമസ് ഇടം നേടിയത്. LDF സ്ഥാനാർത്ഥിയായ K. സലിംകുമാർ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച 5-ാം ദിവസമാണ് UDF സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുവാൻ കഴിഞ്ഞത്. മ്ലാനതയിലായിരുന്ന UDF ക്യാമ്പിനെ ഉണർത്തിക്കൊണ്ട് UDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് നടന്നത്. 35-ാം മൈലിൽ നിന്ന് ആരംഭിച്ച വിവിധ സ്ഥലങ്ങളിലെ പര്യടനത്തിന് ശേഷം രാത്രി വൈകിയാണ് അണക്കരയിൽ സമാപിച്ചത്. കുട്ടിക്കാനം, പീരുമേട്, പാമ്പനാർ, വണ്ടിപ്പെരിയാർ, കുമളി, അണക്കര തുടങ്ങിയ സ്വീകരണ കേന്ദ്രങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി സിറിയക് തോമസ് വോട്ട് അഭ്യർത്ഥിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട്, MM വർഗീസ്, ആൻസി ജെയിംസ്, PP റഹീം, വിവിധ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, കുമളി.